Hello, welcome to the 6th session on functional analysis. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി ഇൻ ഫംഗ്ഷൻ സ്പേസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീക്വൻസ് സ്പേസിലുള്ള ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി എന്താണ് എന്ന് സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുകയുണ്ടായി. അതുപോലെ അതിൽ നിന്ന് കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഡിറൈവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഫംഗ്ഷൻ സ്പേസിലുള്ള ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റീമാൻ ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ എ ബി എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? അതിന് ആദ്യം നമുക്ക് എ ടു ബി ഈ ഇൻ്റർവെല്ലിന് ഒരു പാർട്ടീഷൻ വേണം. ആ പാർട്ടീഷനെ നമ്മൾ സാധാരണ പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദെൻ ആ പി എന്ന് പറയുന്ന പാർട്ടീഷനിൽ നമുക്ക് ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും ഓരോ ടാഗ്സ് വേണം. ആ ടാഗുകളെ സാധാരണ നമ്മൾ ടി ഐ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ഹിയർ ഐ ആം ടേക്കിംഗ് പി എ പാർട്ടീഷൻ ആസ് എ ഈക്വൽ ടു എക്സ് നോട്ട്. എ ഈസ് മൈ ഫസ്റ്റ് പാർട്ടീഷൻ പോയിന്റ്. ദെൻ ഐ ഹാവ് എൻ x1, I have an x2, etc. I have an xn, and this xn is nothing but b. So I have this much partition points. ഈ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എ തുടങ്ങി ബി വരെയുള്ള ഈ ഇൻ്റർവെൽ പല സബ് ഇൻ്റർവെൽസ് ആയിട്ട് കട്ടായി പോവാണ്. ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും നമ്മൾ ഓരോ റെപ്രസെൻറ്റേറ്റീവ് എലമെൻ്റ് ആയിട്ട് ടി ഐകളെ സെലക്ട് ചെയ്യാണ്. സോ ഐ ആം ടേക്കിംഗ് ടി ഐ ആസ് എൻ എലമെൻറ്റ് ഓഫ് xi minus 1, xi for I equal to 1, 2, etc. n. ഈ ടി ഐകളെ നമ്മൾ ടാഗുകൾ എന്നാണ് വിളിക്കുക, ടാഗ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു പാർട്ടീഷനിൽ നമ്മൾ ടാഗ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ ടാഗ്ഡ് പാർട്ടീഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് എഫ്. എ തുടങ്ങി ബി വരെയുള്ള ഇൻ്റർവെല്ലിന് നമ്മളൊരു ടാഗ്ഡ് പാർട്ടീഷനും എടുത്തു. സോ ഇനി നമുക്ക് റീമാൻ സം ഓഫ് ഫംഗ്ഷൻ എഫ് കറസ്പോണ്ടിങ് ടു ദ ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് ഡിഫൈൻ ചെയ്യാം. ദിസ് ഇസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ xi മൈനസ് xi മൈനസ് 1. ഇതാണ് റീമാൻ സം ഓഫ് ദ ഫംഗ്ഷൻ എഫ് കറസ്പോണ്ടിങ് ടു ദ ടാഗ്ഡ് പാർട്ടീഷൻ പി ഡോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പാർട്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നോം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാം. നോം ഓഫ് എ പാർട്ടീഷൻ. ഈ നോം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സബ് ഇൻ്റർവെൽ. നമ്മൾ ഒരു പാർട്ടീഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സബ് ഇൻ്റർവെൽസ് ആക്കി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ പല സബ് ഇൻ്റർവെല്ലിനും പല വലിപ്പമാവാം. അതിൽ ലാർജസ്റ്റ് സബ് ഇൻ്റർവെൽ ഏതാണോ അതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ നോം ഓഫ് ദി പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത്. ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സബ് ഇൻ്റർവെൽ. സപ്പോസ് ദിസ് ഗോസ് ടു 0. അപ്പോൾ ഇങ്ങനെ നോം പി എന്ന് നമ്മൾ ഇതുപോലെ എഴുതും. സപ്പോസ് നോം പി ഗോസ് ടു 0. അപ്പോൾ നോം പി 0യിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇൻ്റർവെൽസ് അത്രയും ചെറുതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റീമാൻ സം എസ് എഫ് പി ഡോട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക്, ഫൈനൈറ്റ് നമ്പറിലേക്ക് കൺവെർജ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് കരുതുക. ഇങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് കൺവെർജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ എ ബി ആൻഡ് വി റൈറ്റ് എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി. ഈ നമ്പർ ഏതാണോ ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി ഇൻ ഫംഗ്ഷൻ സ്പേസിലേക്ക് പോവാണ്. സോ നമ്മുടെ തിയറം കഴിഞ്ഞ ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റിയിൽ എഴുതുപോലെ തന്നെ വി ആർ ടേക്കിംഗ് 1 ലെസ് ദാൻ പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് പിൻ്റെ എക്സ്പോണൻറ്റ് കോൺജുഗേറ്റ് ആണ്. ദാറ്റ് മീൻസ് 1/p പ്ലസ് 1/q ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ എ ബിയിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് കെ നമ്മുടെ സ്കെയിലാർ ഫീൽഡിലേക്കുള്ള രണ്ട് ഫങ്ഷൻസ് ആയിട്ട് എഫും ജിയും എടുക്കുകയാണ്. ഏതെങ്കിലും രണ്ട് ഫങ്ഷൻസ് അല്ല. ഈ ഫങ്ഷൻസിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതിലൊന്നാമത്തെ കാര്യം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ട പ്രത്യേകതകൾ. mod f raised to p
mod g raised to q, mod fg. ഈ 3 ഫങ്ഷൻസും RABയിൽ ഉണ്ടായിരിക്കണം. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എപ്പോഴാണ് ഇത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയുക? ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ a to b മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി റേസ് ടു പി ഡി ടി, അതുപോലെ ഇൻ്റഗ്രൽ a to b absolute value of g of t raised to q. Similarly, integral a to b absolute value of product of f of t and g of t. ഇതെല്ലാം എക്സസ് ആസ് റീമാൻ ഇൻ്റഗ്രൽസ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഇൻ ഫംഗ്ഷൻ സ്പേസ് പറയുന്നത് ഇതാണ്: ഇൻ്റഗ്രൽ a to b മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി ഡി ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു integral a to b modulus of f of t raised to p dt the whole raised to 1 by p product integral a to b absolute value of g of t raised to q dt the whole raised to 1 by q. ഇതാണ് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഇൻ ഫംഗ്ഷൻ സ്പേസ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിൽ നമുക്ക് സമ്മേഷൻ ആയിരുന്നു. ദിസ് ഇസ് കണ്ടിന്യൂസ് സമ്മേഷൻ. സമ്മേഷൻ ആകുമ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് പോയിന്റ്സ് ആണ് എടുക്കുന്നത്, x1 x2 എക്സെട്ര. ഇവിടെ a തുടങ്ങി b വരെയുള്ള എല്ലാവരെയും എടുക്കണം. സോ വി ആർ റൈറ്റിംഗ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി. സിമിലർലി റൈറ്റ് ഹാൻഡ് സൈഡിലും അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട്. ദിസ് ഇസ് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഇൻ ഫംഗ്ഷൻ സ്പേസ്. ഇനി നമുക്കിത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ഒരു പാർട്ടീഷൻ എടുത്തു. ഞാൻ അതിനെ പി എന്ന് ഡിനോട്ട് ചെയ്യാണ്. സോ പി ഇസ് എ ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് ലെസ് ദാൻ x1 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ xn ഈക്വൽ ടു ബി. അപ്പോൾ ഈ പാർട്ടീഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് സബ് ഇൻ്റർവെൽ ഹാസ് ഈക്വൽ ലെങ്ത്. സോ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ. ഡെൽറ്റ എക്സ് എന്ന് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യാണ്. ദറ്റ് ഇസ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ. സോ ദാറ്റ് മീൻസ് നോം ഓഫ് പി ഇസ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ. ഇപ്പോൾ ഇത് വെറും ഒരു പാർട്ടീഷനാണ്. എനിക്കിതിനെ ഒരു ടാഗ്ഡ് പാർട്ടീഷൻ ആക്കണം. അതിന് ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും എനിക്കൊരു റെപ്രസെൻറ്റേറ്റീവ് വേണം. ഐ എം ടേക്കിംഗ് എക്സ് ഐ ഫ്രം ദ സബ് ഇൻ്റർവെൽ എക്സ് ഐ മൈനസ് 1 എക്സ് ഐ ആസ് ദ ടാഗ്. ഇപ്പോൾ നമുക്കിതൊരു ടാഗ്ഡ് പാർട്ടീഷനാണ്. ഈ ടാഗ്ഡ് പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മോഡ് എഫ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റീമാൻ സം എന്താണ് എന്ന് നോക്കുകയാണ്. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഇത് റീമാൻ സമ്മിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സമ്മേഷൻ ഓവർ ഐ വാരീസ് ഫ്രം 1 to n മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഐ ടൈംസ് ജി ഓഫ് എക്സ് ഐ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതാണ് റീമാൻ സം നമുക്ക് കിട്ടുക. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ വാരീസ് ഫ്രം 1 to n absolute value of f of xi, absolute value of g of xi, delta x raised to 1 by b plus 1 by q, because 1 by p plus 1 by q is equal to 1. Okay, so I can write this as summation I varies from 1 to n, absolute value of f of xi product with delta x raised to 1 by p what remains is absolute value of g of xi delta x power 1 by q.
Consider this is our AI and this is our BI. Both of them are positive, so modulus AI, you can consider it as modulus AI BI. So Holder's inequality in sequence space says that this is less than or equal to summation I varies from 1 to n mod AI raised to p the whole raised to 1 by p. So what is AI? It is mod absolute value of f of xi delta x raised to 1 by p raised to p the whole raised to 1 by p. And the second term is summation I varies from 1 to n mod bi raised to p the whole raised to 1 by p. Here bi is absolute value of g of xi into delta x raised to 1 by q. So mod bi raised to q, absolute value of g of xi delta x power 1 by q raised to q the whole raised to 1 by q. What is this? Summation I varies from 1 to n absolute value of f of xi raised to p delta x raised to 1 by p raised to p will become delta x the whole power 1 by p. Here summation I is equal to 1 to n absolute value of g of xi raised to q delta x raised to 1 by q raised to q will become delta x the whole raised to 1 by q. Now what's inside this bracket? ഇത് നമ്മുടെ mod f raised to p എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റീമാൻസം ആണ് ഈ ബ്രാക്കറ്റിലുള്ളത്. So raised to 1 by p. Here we have Riemann sum of mod g raised to q. Inside the bracket we have Riemann sum of mod g raised to q and we have whole power 1 by q here. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് s mod f g p dot is less than or equal to s mod f raised to p p dot the whole power 1 by p product s mod g raised to q p dot the whole power 1 by q. ഇതിനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ a to b മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഫോമിൽ എഴുതുക എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇതിപ്പോൾ റീമാൻ സം ആണ്. ഈ റീമാൻ സമ്മിലെ നോം ടെൻസ് ടു 0 ആയാൽ വാട്ട് ഇസ് നോം ഹിയർ? b മൈനസ് എ ബൈ n. ഇത് ടെൻസ് ടു 0 വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? this tends to 0 means n tends to infinity. അപ്പോൾ ഞാനിതിൽ n tends to infinity കൊടുക്കുകയാണ്. n tends to infinity കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റീമാൻ സമ്മുകളെല്ലാം കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽസ് ആകും. ഇവരൊക്കെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ്റഗ്രൽ a to b mod f g ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b mod f raised to p the whole power 1 by p integral a to b mod g raised to q the whole power 1 by q എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ we will get integral a to b modulus of f of t into g of t dt is less than or equal to integral a to b absolute value of f of t raised to p dt the whole power 1 by p times integral a to b modulus of g of t raised to q
dt the whole power 1 by q. This is Holder's inequality in function space. ഇനി ഈ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് അടുത്ത സെഷനിൽ നമ്മൾ മിൻകോവ്സ്കി ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യാണ്. സോ ഇതുവരെയുള്ളതെല്ലാം നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.